ഫെബ്രുവരി മാസം 26-ാം തീയതി ക്രിസ്തു വർഷം 2025. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ജീവനും ചൈതന്യമുള്ള ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ഓരോ ബുധനാഴ്ചയും നൽകുന്ന ഈ പുതിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിൻ്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദോഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിയുടെ അടിസ്ഥാനമിട്ടു, ആകാശവും നിൻ്റെ കൈകളുടെ പ്രവൃത്തി ആകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവ എല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും പറയുന്നു. 13-ാം വാക്യം. ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവർ ഒക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം നൽകിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനം വായിക്കാനും പഠിക്കുവാനും സാക്ഷാൽ ദൈവത്തെ തൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും അതിലേറ്റവും ശ്രേഷ്ഠമായ തൻ്റെ പുത്രനെക്കുറിച്ചുള്ള വെളിപാടുകൾ മനസ്സിലാക്കുവാനും അങ്ങനെ പുത്രനിൽ ഒരുക്കിയിരിക്കുന്ന ഇത്ര വലിയ രക്ഷ എന്ന് എബ്രായ ലേഖക്കാരൻ പറയുന്നത് മനസ്സിലാക്കി വിശ്വസിക്കാൻ തക്കവണ്ണം, അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുവാൻ തക്കവണ്ണം, ഒരു പ്രത്യാശ ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവ് പ്രസാദിക്കണമേ. ഞങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളിൽ പരിശുദ്ധാത്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. മനുഷ്യ ജീവിതത്തിൽ പരമപ്രധാനമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ നാം ഈ വർഷം പ്രധാനമായിട്ടും ഗൗരവമായിട്ടിരിക്കുന്ന വിഷയങ്ങൾ, ഒന്ന് ദൈവം തന്നെയാണ്. രണ്ടാമതായിട്ട് ദൈവവചനം. മൂന്നാമതായിട്ട് ദൈവകൃപയാൽ സൗജന്യമായി യേശു ക്രിസ്തുവിൽ ഒരുക്കിയിരിക്കുന്ന പൂർണ്ണ രക്ഷ. എബ്രായ ലേഖകൻ്റെ വാക്കുകളിൽ ഇത്ര വലിയ രക്ഷ. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടിരിക്കുന്നത്. നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ നിന്ന് വായിക്കുമ്പോൾ, അവിടെ ദൈവം സംസാരിച്ചു,
ദൈവത്തിൻ്റെ പുത്രനെ കുറിച്ചുള്ള അരുളപ്പാടുകൾ, പുത്രൻ മുഖാന്തരം സംസാരിച്ച കാര്യങ്ങൾ, അങ്ങനെ ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യക്തികൾ ഉള്ള, വ്യത്യസ്ത വ്യതിരക്ത വ്യക്തികളുള്ള ഒരു സത്തയുടെ, ഏക സത്തയുടെ ഭാഗമാണ്. ഏകസത്തയിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതാണ് ശരിയായിട്ടുള്ള ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ. ദൈവവചനം രണ്ടാമതായിട്ട് നാം പരിഗണിക്കുന്നത് ദൈവവചനമാണ്. അത് ദൈവം അരുളി ചെയ്തു, പുത്രനിൽ അരുളി ചെയ്തു, പരിശുദ്ധാത്മാവും അരുളി ചെയ്തിട്ടുണ്ട്. നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 3-ാം അധ്യായം അതിൻ്റെ നമ്മളവിടെ എത്തിയിട്ടില്ല എങ്കിലും ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പം അങ്ങനെ ത്രിയേക ദൈവം സംസാരിച്ചിട്ടുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സമാഹാരമാണ് ദൈവം തന്നെ സൂക്ഷിച്ച ഈ തിരുവെഴുത്തുകൾ. പഴയതും പുതിയതുമായ 66 പുസ്തകങ്ങളടങ്ങുന്ന ദൈവവചനം. നമ്മൾ ബൈബിൾ എന്ന് പൊതുവെ അതിനെ വിളിക്കാറുണ്ട്. മൂന്നാമതായിട്ട് നാം പരിഗണിക്കുന്നത് ഇത്ര വലിയ രക്ഷ. പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയതിന് ശേഷം ഉയരത്തിലെ അത്യുന്നതങ്ങളിൽ മഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് അവനിരുന്നു. ഇതാണ് ഇത്ര വലിയ രക്ഷയെ സംബന്ധിച്ച് എബ്രായ എഴുത്തുകാരൻ പറയുന്നത്. ദൈവം, പിതാവായ ദൈവം തൻ്റെ പുത്രനിൽ വലിയൊരു രക്ഷ, പാപക്ഷമ, പാപപരിഹാരം, സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുന്ന, പുത്രനുള്ള അവകാശങ്ങൾക്ക് ഓഹരിക്കാരായി തീർക്കുന്ന ഒരു വലിയ രക്ഷ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മളുടെ സ്വയാത്തമാക്കണം. ഇതാണ് പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്നുള്ള ഈ ദൈവവചന ശുശ്രൂഷയുടെ പരമപ്രധാനമായ വിഷയം. ദൈവത്തെ അറിയുക, ദൈവവചനത്തിലൂടെ അറിയുക, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ, ഒരു കാൽവരി മരണത്തെ എങ്ങനെയാണോ നാം വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്രകാരം നിങ്ങളെ ബോധ്യപ്പെടുത്തുക, നിങ്ങളെ കർത്താവിൻ്റെ വചനത്തിലേക്ക് നയിക്കുക. ഇതാണ് ഞങ്ങളുടെ ശുശ്രൂഷയായിട്ട് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ പാപപരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിന് ശേഷമാണ് അവൻ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ വായിച്ച 1-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ, 5 തൊട്ട് 14 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പുത്രനെ സംബന്ധിച്ച അതിനു മുമ്പായിട്ട് നമ്മൾ ഇബ്രാഹിം വായിച്ച് വരുമ്പോൾ 1-2 അധ്യായ വാക്യങ്ങളിൽ ദൈവം സംസാരിച്ചു, പുത്രനിൽ ദൈവം സംസാരിച്ചു. പിന്നെ 2-3 വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പുത്രനെ സംബന്ധിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ്റെ ദൈവീകത്വത്തെക്കുറിച്ചും അവൻ്റെ കഴിവുകളെക്കുറിച്ചും അവൻ പാപപരിഹാരം വരുത്തി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അങ്ങനെ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ആഴ്ച വായിച്ചത്. അതിനുശേഷം 2-ാം അധ്യായത്തിൽ നാം ഇതിന് ദൈവം സാക്ഷി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കേട്ടവരും ഉറപ്പിച്ചു തന്നവരെല്ലാം സാക്ഷി നിന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചാണ്. അപ്പം അങ്ങനെ പുത്രൻ സകലത്തിനും അവകാശി എന്ന ആദ്യമായിട്ട് അവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആണ് പുത്രനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്, എബ്രായ ലേഖനകാരൻ പരിചയപ്പെടുത്തുന്നത്. പുത്രനിൽ സംസാരിക്കുക മാത്രമല്ല, പുത്രൻ ആരാണ് എന്നും അവൻ പിതാവിൻ്റെ അവകാശിയാണ്. പുത്രൻ സകലത്തിനും അവകാശി. പുത്രൻ മുഖാന്തരം ലോകത്തെ സൃഷ്ടിച്ചു, അവൻ സൃഷ്ടാവാണ്. പുത്രൻ
പിതാവിൻ്റെ തേജസ്സിൻ്റെ പ്രഭ, പുത്രൻ തത്വത്തിൻ്റെ മുദ്ര. അപ്പോൾ ഈ പ്രധാനപ്പെട്ട മൗലികമായ കാര്യങ്ങൾ നാം തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ടതൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇന്നിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നാം ജനിച്ച് ഈ ഭൂമിയിലേക്ക് വരുന്നത്. അതിനുശേഷം നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ ഭൗതികവും ആത്മീയവും ശാരീരികമായ വളർച്ചയോടുള്ള ബന്ധത്തിൽ അത് പലപ്പോഴും നമ്മളല്ല തീരുമാനിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മളായിരിക്കുന്ന സമൂഹം, നമ്മുടെ കുടുംബങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങളാണ് നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നത്. അത് വാസ്തവത്തിൽ ശരിയാണോ തെറ്റാണോ, അതിലേതാണ് സ്വീകരിക്കേണ്ടത്, അത് നമ്മളുടെ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. അങ്ങനെ നിങ്ങൾക്കൊരു സത്യസന്ധമായ ഒരു വിശ്വാസ സംഹിതയിലേക്ക് കടക്കാൻ തക്കവണ്ണം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കുമാണ് എന്നുള്ളത് ഞങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു മനം മാറ്റമുണ്ടാകുന്നതിന് ദൈവം തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അതിന് നമുക്ക് സാധ്യമാകുകയുള്ളൂ. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് ഉത്തരവാദിത്വവുമുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്താൽ മാത്രമേ, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അതിന് നമ്മൾ ദൈവത്തോടുള്ള എളിമ ആവശ്യമാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് ധൈര്യവും ആവശ്യമാണ്. ദൈവത്തെ മനസ്സിലാക്കി, അവൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി, അവൻ്റെ ശക്തിയെയും മഹത്വത്തെയും നമ്മുടെ രക്ഷകൻ്റെ വലിപ്പവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ധൈര്യം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ധൈര്യപൂർവ്വം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മൾ സഹായിക്കേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടിയുള്ളൊരു മുഖാന്തരം മാത്രമാണ് ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സുകൾ. ഭീരുക്കൾ അത് ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്ന ഒരു വിഷയമല്ല. ഭീരുക്കളെ ദൈവം നമ്മൾ ഏറ്റവും അവസാനത്തെ വെള്ളസിംഹാസനത്തിന് മുമ്പിലുള്ള ന്യായവിധി ഓർക്കും. അവിടെ പറയുന്ന ഒരു വ്യക്തികളെക്കുറിച്ച് പറയുന്നത് അവർ ഭീരുക്കളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കി, ദൈവത്തിൻ്റെ കൃപ മനസ്സിലാക്കി, അവൻ മഹാസ്നേഹമുള്ള ദൈവം മാത്രമല്ല, അവൻ ശക്തനുമാണ്, അവൻ പറഞ്ഞത് വിശ്വസ്തനാണ് എന്നൊക്കെ മനസ്സിലാക്കി ഒരു ധൈര്യപൂർവ്വം വരാനുള്ള ഒരു ധൈര്യവും നമുക്ക് ദൈവം കൃപയാൽ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം അങ്ങനെ ഈ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പുത്രനെ സംബന്ധിച്ച് അവൻ പൂർണ്ണ ദൈവമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുമാത്രമല്ല, തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു, വഹിക്കുന്നു എന്നെല്ലാം പരിഭാഷപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകം പെട്ടെന്ന് അവസാനിച്ചു പോകാൻ പോകുന്നില്ല. കാരണം ക്രിസ്തു അതിനെ താങ്ങി നിർത്തുകയാണ്, അതിനെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഇഷ്ടത്തിൻ്റെ സമയത്ത് മാത്രമേ ഈ ഭൂമിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നുള്ളൂ. അതുമാത്രമല്ല, അതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഉപദേശങ്ങൾ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി എന്നുള്ളതാണ്. ഈ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ നമുക്ക് എന്തുകൊണ്ട് ചെയ്തു, ഹൂ ഈസ് ക്രൈസ്റ്റ് ആൻഡ് വാട്ട് ഈസ് ഡൺ ഫോർ us. അവൻ ചെയ്ത കാര്യങ്ങൾ നമുക്ക് പാപത്തിന് പരിഹാരം വരുത്തി. ആ പാപത്തിന് പരിഹാരം വരുത്തിയതിൽ സകല മനുഷ്യനും ഉൾപ്പെട്ടിരിക്കുകയാണ്, ഞാനും നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അത് നമ്മൾ സ്വന്തമാക്കുന്നത് നമ്മൾ ഇത് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുമ്പോഴാണ്. എനിക്ക് വേണ്ടി വേറെ ആൾക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതും ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. അങ്ങനെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുകയും വരുത്തിയതിന് ശേഷം സ്വർഗത്തിലെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് അവൻ ഇരിക്കുകയാണ്. അവൻ്റെ രക്ഷാപ്രവൃത്തി കഴിഞ്ഞു. ഇനി അവൻ വരാൻ പോകുന്നത് ആദ്യമായിട്ട് ഈ കർത്താവിൽ വിശ്വസിച്ചവർക്ക് വേണ്ടി വരും. അതിനുശേഷം രണ്ടാം ആഗമനം എന്നാ പറയുക. രണ്ടാം ആഗമനം ഭൂമിയിൽ വന്ന് ജെറുസലേമിൽ
ഒലിവ് മലയിൽ കാല് കുത്തുന്ന ഒരു ദിവസമുണ്ട്. അതിനുശേഷം 1000 ആണ്ട് രാജാവും കർത്താവായിട്ട് അവൻ വാഴും. അപ്പോൾ അങ്ങനെ വരവിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളുണ്ട്. എന്നാൽ ഇന്ന് അവൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായിട്ടിരിക്കുകയാണ്. തുടർന്ന് പുത്രനെ സംബന്ധിച്ച അരുളപ്പാടുകളാണ്. അതാണ് നമ്മളിന്ന് പ്രധാനമായിട്ട് വായിച്ചത്. 1-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ കാരണം അതാണ്. നമുക്കറിയാം, അതിൻ്റെ 1-ാം വാക്യം തുടങ്ങുന്നത് ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്ത കാര്യങ്ങൾ. ആ കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഒരു 8-9 കാര്യങ്ങൾ, പിതാക്കന്മാരോട് സംസാരിച്ച കാര്യങ്ങൾ പഴയ പ്രവചനങ്ങളിൽ, സങ്കീർത്തനങ്ങളിലും പ്രധാനമായിട്ടും സങ്കീർത്തനങ്ങളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഈ പുത്രനെ സംബന്ധിച്ച അരുളപ്പാടുകൾ, കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നൽകുകയാണ്. അപ്പോൾ 7 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. ഇനി പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഇവൻ വാസ്തവത്തിൽ പുത്രൻ ആരാണ്, അവൻ ആരെക്കാളും ശ്രേഷ്ഠനാണ്. എനിക്ക് തോന്നുന്നത് എബ്രായ ലേഖകർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ എഴുതിയ ഈ ലേഖനം എഴുതിയ ആ കാലഘട്ടത്തിൽ ഈ ദൂതന്മാരെ സംബന്ധിച്ച് എന്തൊക്കെയോ കുലുമാലകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ദൂതന്മാരെക്കാൾ അവൻ ശ്രേഷ്ഠനാണ്, അവൻ ദൈവപുത്രനാണ്, അവൻ പിതാവിൻ്റെ വലത്ത് ഇരിക്കുന്നവനാണ് എന്നെല്ലാം പറയാനും അത് ഉപദേശമായി തീരാനും ഇടയായി തീരുന്നത്. ആ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്നാൽ പിതാവ് ആയ ദൈവം പ്രവാചകന്മാർ മുഖാന്തരം ഇസ്രായേലിൻ്റെ പിതാക്കന്മാരോട് അരുളി ചെയ്ത കാര്യങ്ങളിൽ ഈ പുത്രനെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ ഉള്ള വാക്യങ്ങളിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്. 5-ാം വാക്യത്തിൽ നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ ചോദിക്കുകയാണ്. ഈ ലേഖനം എഴുതിയ ഇത് ലേഖനമെന്നും ഇതൊരു പ്രസംഗമാണോ എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഇത് വായിക്കുമ്പോൾ ആ വായനക്കാരോട് ചോദിക്കുകയാണ്, ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദൂതന്മാരെ സംബന്ധിച്ച് ഇപ്രകാരം, നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു? അത് പുത്രനെക്കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പുത്രനെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ വെളിപ്പാടുകൾ ഇവിടെ വീണ്ടും നമ്മളോട് പറയുകയാണ്. എന്തിനാണത് നമുക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം? ഇത് ഒരു സുപ്രഭാതത്തിലുണ്ടായൊരു കാര്യമല്ല. ദൈവം ഭാഗമായിട്ട് പറഞ്ഞു തുടങ്ങി, പുത്രൻ മുഖാന്തരം സംസാരിച്ച് ആ പുത്രനെക്കുറിച്ചുള്ള വെളിപ്പാടുകളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. 1-ാം 5-ാം വാക്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ പഴയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലും സങ്കീർത്തനം 2-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ലേഖനക്കാരൻ എഴുതുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ ലേഖകൻ്റെ വായനക്കാർ തീർച്ചയായിട്ടും പഴയ നിയമം നന്നായിട്ട് അറിയാവുന്ന വ്യക്തികളായിരുന്നു. പല പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ, എബ്രായ ലേഖനം പഠിച്ച പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മിക്കവാറും തന്നെ പരീശനിൽ നിന്നും ലേവ്യ ഗോത്രത്തിൽ നിന്നും പൗരോഹിത്യമുള്ള പലരും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ട്. അവൻ മശീഹ എന്ന് മനസ്സിലാക്കി അവർ വിശ്വസിച്ചവരാണ്. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോൾ അവർ ഈ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോകാനായിട്ട് ഉള്ള ഒരു പ്രേരണ ഉണ്ടായി കാണാം. അതിനെ അവർ ഉത്സാഹിപ്പിച്ചുകൊണ്ട് എഴുതുകയാണ്, ഇവൻ തന്നെയാണ് ശരിയായിട്ടുള്ള മശീഹ, ഇവൻ പുത്രനാണ് എന്നുള്ള സങ്കീർത്തനത്തിൽ നിന്നും 2 ശമൂവേലിൻ്റെ ലേഖനത്തിൽ പ്രവചനത്തിൽ നിന്നും പറഞ്ഞുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്, എൻകറേജ് ചെയ്യുകയാണ്. നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് നിങ്ങൾ അത് ഗണ്യമാക്കണം, അത് കരുതണം, സൂക്ഷിക്കണം എന്നുള്ള ഉപദേശങ്ങൾ നൽകണം. അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ പഴയതിലേക്ക് തിരിച്ചു പോയാൽ അത് തീർച്ചയായിട്ടും അത് പ്രശ്നങ്ങളായിരിക്കും എന്നുകൂടി ഓർപ്പിക്കുന്നുണ്ട്. അതാണ് 1-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ. അപ്പോൾ സങ്കീർത്തനം 2-ൻ്റെ 7, 2 ശമൂവേൽ 7-14. 2 ശമൂവേൽ 7-14 ദൈവം ദാവീദിനോട് ചെയ്ത ഉടമ്പടിയാണ്. ഒരു ഭവനം, ഒരു സിംഹാസനം, അത് നിത്യമായിരിക്കുന്നൊരു വ്യക്തി, ഒരു രാജത്വം. അതുകൊണ്ട് ഈ പുത്രൻ രാജത്വമുള്ളവനും രാജാവുമാണെന്നുകൂടി
ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ ദൂതന്മാരേക്കാൾ ശ്രേഷ്ഠൻ മാത്രമല്ല, അവൻ പുത്രനാണ്, അവകാശിയാണ് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ ഒന്നാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. അപ്പോൾ ദൂതന്മാരെക്കുറിച്ചുള്ള വലിയ പഠനം നമുക്ക് ആവശ്യമാണ്. സെറാഫുകളും കെരൂബുകളും ഗബ്രിയേലും മിഖായേലുമുള്ള ശ്രേഷ്ഠ ദൂതന്മാർ, പിന്നെ പറയുന്നത് പോലെ രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള സേവകന്മാർ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഈ പുത്രനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ സകല ദൂതന്മാരും എന്ന് പറഞ്ഞാൽ സെറാഫുകൾ ഉൾപ്പെടെ, മിഖായേലും ഗബ്രിയേലും ഉൾപ്പെടെ സകലരും അവനെ ആരാധിക്കണം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിത് ഈ യേശുക്രിസ്തു ആരാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി, തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾ വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം അത് ഉദ്ധരിക്കുന്നത് സങ്കീർത്തനം 97-ാം വാക്യമാണ്. 97-ാം സങ്കീർത്തനം 7-ാം വാക്യം. അതിന് ആവർത്തന പുസ്തകത്തിൽ നിന്നും ചില സൂചനകളുണ്ട് എന്നെല്ലാം ചില അഭിപ്രായങ്ങളുണ്ട്. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷന്മാരാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അപ്പോൾ ദൂതന്മാരാരാണ്? യേശുക്രിസ്തു അങ്ങനെയൊരു വ്യക്തി അല്ല. അവൻ നമ്മുടെ രക്ഷകനാണ്, ഇത്ര വലിയ രക്ഷകൻ. അവൻ പുത്രനാണ്, അവകാശിയാണ്, അവൻ സൃഷ്ടാവാണ്. എന്നാൽ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ നിന്ന് 2-3 അധ്യായങ്ങൾ മുന്നോട്ട് വായിക്കുമ്പോൾ ഈ പുത്രൻ ചെയ്ത കാര്യങ്ങൾ, പാപപരിഹാരത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അവൻ്റെ പുത്രത്തിൽ മാത്രമല്ല അവൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള, അവൻ എങ്ങനെയാണ് പാപപരിഹാരം നടത്തിയെന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സങ്കീർത്തനം 104:4 അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അത് ഈ 7-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ദൈവം സംസാരിച്ച കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് പുത്രനെ നമുക്ക് നിർവചിക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുത്രനെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ അവൻ പുത്രനാണ്, ഈ മശിഹ ആരാണ്, യേശു ആരാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു മനുഷ്യാവതാരം നടത്തി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരമായി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ 8-ാം വാക്യത്തിൽ പുത്രനോടോ, ദൈവമേ നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുള്ളത്, നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. അത് 9-ാം വാക്യം 8-ാം വാക്യം പറയുന്നത് അത് സങ്കീർത്തനം 45-ൻ്റെ 6-7 വാക്യങ്ങളിൽ നിന്നാണ്. സങ്കീർത്തനം നമ്മൾ മിക്കവാറും വിവാഹങ്ങൾക്കെല്ലാം വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 45. അത് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, പുത്രനോടോ, ദൈവമേ നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിൻ്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ എന്നേക്കുമുള്ള നേരുള്ള ചെങ്കോൽ. അപ്പോൾ ഇവിടെ അവനെ സംബോധന ചെയ്യുന്നത്, പുത്രൻ്റെ സംബോധന ദൈവമേ എന്നും പറഞ്ഞുകൊണ്ടാണ്. നിൻ്റെ സിംഹാസനം, ദൈവത്തിൻ്റെ സിംഹാസനമുണ്ട്, പുത്രൻ്റെ സിംഹാസനമുണ്ട് എന്നും എന്നേക്കുമുള്ളത് നിങ്ങൾ മനസ്സിലാക്കാവുന്ന മലയാളത്തിൽ എന്നേക്കും എന്ന് പറഞ്ഞാൽ എവർ ലാസ്റ്റിംഗ്, ഇറ്റ് ഈസ് ഫോർ എവറാണ്. അപ്പോൾ അങ്ങനെ ഒരു സിംഹാസനത്തിൽ ഇരിക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ പുത്രൻ. നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ, ദി സെപ്റ്റർ ഓഫ് ഹിസ് കിങ്ഡം എന്ന് എഴുതിയിരിക്കുന്നത്. അവൻ്റെ അധികാരം അവൻ നടത്തിക്കാൻ പോവുകയാണ്. നേരുള്ള ചെങ്കോൽ. അതിന് ദി അപ്രൈറ്റ്നെസ് എന്ന് എഴുതിയിരിക്കുന്നത്, നേരുള്ള ദിവ്യ സ്വഭാവമുള്ള ഒരു ചെങ്കോലാണ്. ആ ചെങ്കോൽ വെച്ചിട്ട് അവിടെ ആ രാജ്യത്വത്തിൽ, ആ സിംഹാസനത്തിൽ ഇരുന്ന് അവൻ ഭരിക്കാൻ പോവുകയാണ്. ഇതാണ് പുത്രനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 9-ാം വാക്യവും നമ്മൾ വായിക്കുമ്പോൾ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയോ ദോഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു.
യേശുക്രിസ്തു അഭിഷിക്തനാണ്. അപ്പോൾ അവൻ്റെ ദൈവികത്വവും മനുഷ്യത്വവും ചേർന്ന് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അവൻ അഭിഷിക്തനാണ്. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അത് സങ്കീർത്തനം 102-ൻ്റെ 25-ാം വാക്യത്തിൽ നിന്നാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. അതിൻ്റെ 11-ാം വാക്യം, അവ നശിക്കും, നീയോ നിലനിൽക്കും, അവ എല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ, നിൻ്റെ സംവത്സരം അവസാനിക്കുകയുമില്ല എന്ന് പറയുന്നു. പുത്രനെ സംബന്ധിച്ചുള്ള എത്രയോ ശക്തമായിട്ടുള്ള ഉപദേശങ്ങളാണ് ഇത്. പിതാവ് പ്രവാചകന്മാർ മുഖാന്തരം പഴയ നിയമത്തിൽ പ്രവചിക്കുകയും എഴുതുകയും സൂക്ഷിക്കുകയും ചെയ്ത കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇത് എത്രയോ പ്രധാനപ്പെട്ടൊരു പുസ്തകമാണ്. ഇത് വായിച്ച് മനസ്സിലാക്കി എന്നാൽ മാത്രമേ നമുക്ക് ഈ പുത്രനെയും ദൈവത്തിൻ്റെ പദ്ധതിയെയും മനസ്സിലാക്കി ഇത്ര വലിയ രക്ഷയെ നമുക്ക് മനസ്സിലാക്കുവാനും അത് വിശ്വസിക്കുവാനും അത് സ്വന്തമാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. 12-ാം വാക്യം 13-ാം വാക്യത്തിൽ, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരാരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ഇത് അതിൻ്റെ 13-ാം വാക്യം, അത് സങ്കീർത്തനം 110 1-ാം വാക്യമാണ്. ഇത് വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു വെളിപ്പാടാണ്. ശത്രുക്കളെ പാദപീഠമാക്കുവോൾ. ഇന്ന് പിതാവ് തൻ്റെ വലത്തുഭാഗത്ത് സ്വർഗത്തിലിരിക്കുന്ന പുത്രൻ്റെ ശത്രുക്കളെ ഇന്ന് പാദപീഠമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കാഴ്ചയിൽ നമുക്ക് കാണാം. ദുഷ്ടത പെരുകി വരുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ ശത്രുക്കളെ പാദപീഠമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യവും ഈ 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിൻ്റെ ശത്രുക്കളെ. ഇത് പിതാവ് പുത്രനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്, പുത്രൻ്റെ ശത്രുക്കളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവമായിട്ടെടുക്കേണ്ട വിഷയമാണ്. 110-ാം സങ്കീർത്തനം 1-ാം വാക്യം. അതിന് 14-ാം വാക്യം പറയുന്നു, അവർ ഒക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാൽമക്കളല്ലയോ. അതാരാണത്? സേവകാൽമക്കൾ, ദൂതന്മാർ. അതുകൊണ്ട് എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കും ഒരു വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഉണ്ട് എന്ന് പല വിഷയങ്ങളായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് ബോധ്യമാവുന്ന കാര്യമാണ്. എ ഗാർഡിയൻ ഏഞ്ചൽ, അതാണ് ഏഞ്ചൽസിൻ്റെ ഒരു സ്വർഗത്തിൽ. ഗബ്രിയേൽ വന്ന് മറിയത്തോട് സന്ദേശം അറിയിക്കുന്നതെല്ലാം നമുക്കറിയാം. മൈക്കിൾ പോരാടുന്ന കാര്യങ്ങളറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൂതന്മാർക്ക് സ്ഥാനമുണ്ട്. എന്നാൽ പുത്രൻ അവൻ രക്ഷകനാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ സന്ദേശത്തിൻ്റെ സാരം എന്താണ്? ദൈവം പറഞ്ഞു, അത് പറഞ്ഞ പോലെ നടക്കും. പുത്രനെ സംബന്ധിച്ച കാര്യങ്ങൾ അത് സത്യസന്ധമാണ്. ഈ പുത്രനുള്ള ഇത്ര വലിയ രക്ഷകൻ, ഇത്ര വലിയ രക്ഷ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. വലിയ രക്ഷകൻ, വലിയ രക്ഷ. നാം ഓരോരുത്തരും കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് അത് ദൈവമായിട്ട് രമ്യപ്പെട്ട് ഇതിൽ വിശ്വാസത്തിലേക്ക് നമ്മൾ കടക്കണം. എബ്രായ ലേഖൻ്റെ അനുഗ്രഹ വാക്കുകളോടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ അവസാന ഭാഗം നമ്മൾ പുത്രനെക്കുറിച്ച് പഠിച്ചു വരുന്നിട്ട് അവസാനം എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്, അത് വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 20 21 വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലേഖനം അവസാനിക്കുന്ന ആ ഭാഗത്തുള്ള അനുഗ്രഹങ്ങളും ആണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അതിൻ്റെ 13-ാം അധ്യായം എബ്രായ ലേഖനം 13-ാം അധ്യായം 20 21 വാക്യങ്ങൾ. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം
എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവൃത്തി വരുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. അപ്പോൾ ഈ ലേഖനക്കാരൻ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിൽ, കർത്താവായ യേശുക്രിസ്തുവിൽ, നമ്മുടെ നല്ല വലിയ ഇടയനായ യേശുക്രിസ്തുവിൽ, അവൻ്റെ ഇഷ്ടം, യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ അവന് പ്രസാദമുള്ള, തനിക്ക് ദൈവത്തിന് പ്രസാദമുള്ള യേശുക്രിസ്തു നമ്മൾ നിവൃത്തി ഏകുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുകയാണ്. അത് നമ്മളിൽ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് இந்த ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ബുധനാഴ്ച കാണാം, കേൾക്കാം. താങ്ക് യു വെരി മച്ച്.